ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ചെറുപഴവും ശർക്കരയും വെച്ചിട്ട് നല്ലൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു സ്നാക്കാണ് ഇത്. നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് വീഡിയോ കണ്ടു നോക്കാം. ഇതുപോലെ 6 ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ 2 കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത്. 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ 3 അച്ച് ശർക്കരയാണ് എടുക്കുന്നത്. നമുക്ക് ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ശർക്കര ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ചൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് പാനിയാക്കി എടുക്കാം. ശർക്കരയെല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ. പൂഴിയൊക്കെ നമുക്ക് അരിച്ചെടുത്താൽ പൂഴിയൊക്കെ ഇതുപോലെ കച്ചറ നമുക്ക് കളയാൻ പറ്റും. ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ പഴമെല്ലാം തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. 6 പഴം നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നിന്ന് അടിച്ചെടുക്കാം. നമ്മളിത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അധികം ലൂസ് വേണ്ട കേട്ടോ, ഇച്ചിരി കട്ടിയിൽ തന്നെ മതിയേ. എല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മൾ പുതിയ വീഡിയോസ്, വെറൈറ്റി വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നാടൻ രുചികളും അല്ലാത്തതും ഒക്കെ ഒരുപാട് സ്നാക്സും പിന്നെ രാവിലത്തെ വെറൈറ്റി ആയ പലഹാരങ്ങളും ഒക്കെ ഇതൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയിട്ട് കണ്ടു നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് ഓരോ സ്പൂണായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട. ഇത് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് വെന്ത് വരും കേട്ടോ. നമ്മുടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും. നമുക്ക് ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാം. നമ്മൾ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതെല്ലാം കൂടെ ഇങ്ങനെ വറുത്ത് കോരിയെടുക്കട്ടെ. അങ്ങനെ നമ്മളെല്ലാം വറുത്ത് കോരിയിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നിങ്ങൾക്ക് നമ്മുടെ അപ്പക്കാരൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ അതൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മൾ 3 ഐറ്റം കൊണ്ട് ഉണ്ടാക്കിയ അടിപൊളി സ്നാക്കാണ്. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.